പീഡനം ഒരു കോമഡിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൊസൈറ്റിയിൽ. ആക്ച്വലി പീഡകരാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. സൗമ്യ സാറിൻ്റെ ഒരു പോസ്റ്റാണ് ഇത്. സത്യത്തിലെ തെറ്റിദ്ധാരണാജനകമായ ഒരു കാര്യം സൊസൈറ്റിയിലേക്ക് പ്രചരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. എൻ്റെ അടുത്ത് ഇന്നലെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് പറയാത്തത് എന്ന്. രാഹുൽ മാങ്കൂട്ടം ഒരു ജനപ്രതിനിധിയാണ്. സ്ത്രീകൾക്ക് കയറി ചെല്ലാൻ കഴിയുന്ന ഒരു മേഖലകൾ തന്നെയായിരിക്കണം ജനപ്രതിനിധികളുടെ ഓഫീസായാലും വീടായിരുന്നാലും ഒക്കെ തന്നെ. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയാണ്. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട, ജനകീയനായി നിൽക്കേണ്ട ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പേർക്ക് ഇങ്ങനെ ഒരു അലിഗേഷൻ വരുന്നത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതാണ് എൻ്റെ എതിർപ്പ്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തി 10 പെണ്ണുങ്ങളവിടെ പോയി, ഇതൊന്നും എൻ്റെ വിഷയമല്ല. അയാളുടെ സമ്മതപ്രകാരം, അവരുടെ സമ്മതപ്രകാരം അയാൾ അവരുമായി സെക്ഷൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കുറ്റമല്ലല്ലോ, അവരുടെ ഇഷ്ടമല്ലേ, അത് അവരുടെ ഹിതം നമുക്ക് അവിഹിതം. അയാൾ മാരീഡ് അല്ല, അയാളുടെ ഭാര്യ അയാൾ ചതിച്ചിട്ടില്ല, അങ്ങനെ യാതൊന്നുമില്ല. ഹീസ് എ പേഴ്സൺ, അയാൾക്ക് താല്പര്യമുള്ളവരോടെ പോവാം, അതൊന്നും ഇവിടെ ഒരു കുറ്റമല്ല. പക്ഷെ പ്രശ്നം അയാൾ ഒരു പൊതുപ്രവർത്തകനാണ്. ഒരു പൊതുപ്രവർത്തകൻ പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങൾ. ഇങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ള ഒരു പൊതുപ്രവർത്തകൻ സമൂഹത്തിന് ത്രെട്ടാണ്. കാരണം നമ്മളിപ്പോൾ ഇങ്ങനെയൊന്നും ആഗ്രഹിക്കാത്ത പെണ്ണുങ്ങൾ അങ്ങോട്ട് ചെന്ന് കയറുമ്പോഴത്തേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെണ്ണിൻ്റെ ജീവിതം തീർന്നു. എല്ലാവരും ഇപ്പോൾ ഒരുപോലെ എടുക്കണമെന്നില്ല. എൻ്റെ അടുത്തൊക്കെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നും കൂടി ചോദിക്കുള്ളൂ. അടുത്ത ചോദ്യത്തിന് അവൻ്റെ പല്ലുണ്ടാവത്തില്ല. പക്ഷേ എന്താ ചെയ്യുക, അങ്ങനെ അല്ലാത്തവരിത് മെൻ്റൽ ട്രോമയിലേക്ക് പോകും. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ ഒരു പെൺകുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. പെൺകുട്ടി വല്ലാത്ത ടെൻഷനിലായി, ഇത് പറയാൻ പറ്റാതെ ഡിപ്രഷൻ അടിച്ചിട്ടിരുന്നു എന്ന് പറയുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ജനപ്രതിനിധിയായി നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ട ഒരു മാന്യത രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ല എന്നാണ് പറഞ്ഞത്. അതിനകത്ത് എപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഈ കാണുന്ന പേക്കൂത്തും വെപ്രാളമൊക്കെ കാണുമ്പോൾ എനിക്ക് കോൺഗ്രസ്സുകാരോട് പുച്ഛം തോന്നുന്നു. നിങ്ങളുടെ ഏറ്റവും വലിയ കുഴപ്പം, കോൺഗ്രസ്സുകാരുടെ ഏറ്റവും വലിയ കുഴപ്പം, തങ്ങൾക്കിടയിലുള്ള പുഴുക്കുത്തുകളെ തിരിച്ചറിഞ്ഞാൽ പോലും അവരെ സംരക്ഷിക്കാൻ നിങ്ങൾ കിടന്ന് വ്യഗ്രതപ്പെടുന്നതാണ്. പാർട്ടിക്കാണ് മൂല്യം എന്ന് മനസ്സിലാക്കേണ്ട ഒരു ഘട്ടം നിങ്ങൾ അതിക്രമിച്ചു കഴിഞ്ഞു. ഇനി ഒരു പ്രാവശ്യം കൂടി ഇവിടെ തോറ്റാൽ തീർന്നു കോൺഗ്രസ്. അമ്മാതിരിയാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൻ്റെ അവസ്ഥയാണ് പറയണത്. കേരളത്തിൽ അങ്ങനെ ഒരു വശം വേണമെന്നുണ്ടെങ്കിൽ ഈ അധികമായിട്ടുള്ള ഈ ആൺ മേൽക്കോയ്മയ്ക്ക് ഒരു മൂക്ക് കയറിടുക. ഈ പെണ്ണുങ്ങളുമായിട്ടുള്ള ഈ കൊഞ്ചിക്കുഴലിലും ഈ പരിപാടിയിലും നിങ്ങളുടെ ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ അവർക്കൊരു കടിഞ്ഞാണിടുക. അല്ലാത്ത പക്ഷം ജനകീയമായിട്ട് നിൽക്കേണ്ട ഒരു സംഘടന ഒന്നുമല്ലാതായി നശിച്ച് നാരാങ്കല്ലായി പോകുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമല്ല നമ്മളിവിടെ നിന്ന്, സെറിൻ്റെ വിഷയമാണ്. സെറിൻ പണ്ട് ഇവരുടെ കൂടെ ആയിരുന്നു. ഇപ്പോൾ പുള്ളി വന്നിട്ട് മാറി പിന്നെ കമ്മ്യൂണിസം തിരഞ്ഞെടുത്തു. അതിൻ്റെ കാരണം രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയാണ് സത്യം പറഞ്ഞാൽ അയാളെ ഈ പാർട്ടിയിൽ നിന്ന് തന്നെ മറ്റൊരു പാർട്ടി തിരഞ്ഞെടുക്കാനുള്ള കാരണമായത്. ഞാൻ മുമ്പൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, പാലക്കാടിൻ്റെ വിഷയങ്ങളും ഡീറ്റെയിൽസും ഒക്കെ. പുള്ളിക്ക് ഉണ്ടായിരുന്ന ഒരു അക്സെപ്റ്റൻസ് മനസ്സിലാക്കാതെ അയാളെ പിടിച്ച സമയത്ത് പുറത്താക്കിയിട്ട് മറ്റൊരാളവിടെ നിർത്തി 8 നിലയെ തോക്കുകയും പൊട്ടുകയും ഒക്കെ ചെയ്യുകയും പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രതിനിധിയായിട്ട് നിന്ന് അവർ കൊടുത്തു പെട്ടെന്ന് തന്നെ. അങ്ങനെ നിന്നിട്ട് തോറ്റു പോവുകയും ചെയ്തു. കാരണം അവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ ഇതുള്ള സ്ഥലമല്ല. എന്തായാലും സെറിൻ അയാളുടെ വ്യക്തിത്വം അയാൾ തെളിയിച്ച വ്യക്തിയാണ്. ഇന്ന് വരെ അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു ഇതിലില്ല. ഇപ്പോൾ അവിടെ ഒരു ആവന്തികയാണെങ്കിൽ ഇവിടെ ഒരു നാഗരഞ്ജിനിയോ രാഗരഞ്ജിനിയോ ഇവിടെ അങ്ങനെ വരണം. ഈ ട്രാൻസ് വിഭാഗങ്ങളിൽ ഇറങ്ങി നിന്നുകൊണ്ട് പീഡന ശ്രമം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊണ്ടുവരികയാണ്. എന്താണ് ഇവറ്റകളുടെ ഇൻറ്റൻഷൻ എന്ന് പൊതുബോധമുള്ളവർക്ക് മനസ്സിലാകും. എനിക്ക് ഉറച്ച വിശ്വാസമാണ് ഈ 2 വിഭാഗത്തിൽ, അപ്പുറത്ത് ആവന്തികയായിരുന്നാലും ശരി തന്നെ, ഈ പെണ്ണാണെങ്കിലും ശരി, ഇവർ 2 പേരും തന്നെ നുണയാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും സെയിം സാധനം തന്നെയാണ് പറയുന്നത്. ബലാത്സംഗം ചെയ്യണമെന്ന്, എവിടെയിട്ട് ബലാത്സംഗം, എന്തോന്നിലിട്ട് ബലാത്സംഗം ചെയ്യണമെന്ന്, കുത്തി എങ്ങോട്ട് കയറ്റണമെന്ന്. അത് പറയുമ്പോൾ കുറച്ചുകൂടെ മനുഷ്യന് മനസ്സിലാകുന്ന ടൈമിൽ പറയണ്ടേ. കുറേ ട്രാൻസ് ഇറങ്ങി കിടപ്പുണ്ട്, ഒരു കാര്യമില്ലാണ്ട് അനാവശ്യമായിട്ട് അലിഗേഷൻസ് കൊണ്ടുവരും. ഇത് കേസ് എടുക്കുന്നവർക്ക് വേണം അടി കൊടുക്കാനായിട്ട്. ഇപ്പം സെറിൻ അങ്ങനെ ഒരു വിഷമം ഉണ്ടായ ഒരു പോസ്റ്റ്, ആ പോസ്റ്റാണ് നമ്മളിവിടെ വായിക്കുന്നത്. സൗമ്യ സെറിൻ, നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി. കാസർഗോഡ് പോയപ്പോഴാണ് തനിക്ക് മോശം അനുഭവം ഉണ്ടായതെന്ന് അവിടെ സ്റ്റേ ചെയ്യാൻ നിർബന്ധിച്ചുവെന്നുമാണ് ട്രാൻസ് വിമണും കോൺഗ്രസ് നേതാവ്, അതാണ് കേട്ടോ, കോൺഗ്രസിന്റെ അനുഭാവിയുമായ രാഗരഞ്ജിനിക്ക് പറയാനുള്ളത്. ഈ പോസ്റ്റിന് പുള്ളിക്കാരത്തി മറുപടി കൊടുത്തിട്ടാണ് സൗമ്യ സെറിൻ വിട്ടുകൊടുക്കുമെന്ന് വിചാരിച്ചു. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഒരു സെർവൻറ്റ് പിന്നെ ഭർത്താവിനെ പറ്റി മോശം പറഞ്ഞപ്പോൾ ദിയാകൃഷ്ണ ചെയ്താണൊക്കെ ഒരു ആറ്റം ബോംബ് പണി തിരിച്ചങ്ങോട്ട് കൊടുക്കണം. നീ പോവണം, പരാതിയും കൊണ്ട് നീ മുൻപോട്ട് പോകണം, പോയി കേസുമായി മുൻപോട്ട് പോയാൽ നിനക്ക് എല്ലാ സപ്പോർട്ടും ഞാൻ തരും. ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഷാർജയ്ക്ക് പോവുകയാണ്, പക്ഷേ ഞാൻ തിരിച്ചു വരും, അല്ലെങ്കിൽ ഞാൻ അവിടെ ആണെങ്കിൽ പോലും എൻ്റെ സപ്പോർട്ട് നിനക്കുണ്ടായിരിക്കും. നീ കേസിന് പോകണോടി, അവനകത്താക്കണമെന്ന് തന്നെ ഭർത്താവിനെ പറ്റി പറഞ്ഞതാണ്. അപ്പോൾ അത് കളിയാക്കിയിട്ടാണെങ്കിൽ അതൊരു കറക്റ്റായ കാര്യമാണ്. നമുക്കതൊന്ന് വായിക്കാം. പ്രിയപ്പെട്ട രാഗ രഞ്ജിനി ചേച്ചി,
എന്നാലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് ചേച്ചി എത്ര കാലം മിണ്ടാതിരുന്ന മോശമായി പോയി. കുറഞ്ഞത് സെറിൻ പാർട്ടി മാറിയ സമയത്തെങ്കിലും ചേച്ചിക്ക് ഇത് തുറന്നു പറയാമായിരുന്നു. അതല്ലേ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ ഉള്ള ഒരു പെർഫെക്റ്റ് ടൈമിങ്. നിങ്ങളൊക്കെ ചതിച്ചു. മറ്റൊരു പാർട്ടിയിൽ പോയ ഒരാളെ പിച്ചി ചീന്താൻ ഇങ്ങനെ ഒരു അവസരം വേറെ കിട്ടുമോ? ഇനി അതും വേണ്ട, വീണ്ടും വന്നല്ലോ അവസരം. ചേച്ചിയുടെ പാർട്ടിയിലെ ഒരു യുവ നേതാവ് വളരെ മോശപ്പെട്ട ഒരു ലൈംഗിക ആരോപണ കേസിൽ കുടുങ്ങിയപ്പോഴെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ യഥാർത്ഥ മുഖം ചേച്ചിക്ക് തുറന്നു കാണിക്കാമെന്ന്. കാരണം ചേച്ചിയുടെ പാർട്ടിയിലെ യുവ നേതാവിൻ്റെ ആ കുൽസിത പ്രവർത്തിക്കെതിരെ ശബ്ദിച്ചവരിൽ മുൻപന്തിയിൽ എൻ്റെ ഭർത്താവും ഉണ്ടായിരുന്നു. അപ്പോഴെങ്കിലും ചേച്ചിക്ക് ഒന്ന് തുറന്നു പറയാമായിരുന്നില്ലേ? എൻ്റെ ഭർത്താവ് പെട്ടുപോകുമായിരുന്നില്ലേ? രണ്ടാമത്തെ പെർഫെക്റ്റ് ടൈമിൽ ചേച്ചി മിസ് ചെയ്തു. ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഇവരോടാണ് സപ്പോർട്ട്. കാരണം ഇത്രയും നല്ലൊരു സമയം ഇനി വരുമെന്ന് വിചാരിക്കുക പോലും വേണ്ടായിരുന്നു. ആ സമയത്ത് എന്തുകൊണ്ട് ഇതിനെതിരെ സംസാരിക്കാതിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അന്ന് ഈ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഈ കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെയുള്ള ഐഡിയയാണ് ആവന്തികയെ പോലുള്ള ഒരു ട്രാൻസിനെ കൊണ്ടുവന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറ്റാക്ക് ചെയ്യുക. അതേപോലെ ഈ രാഗരഞ്ജിനിയെ കൊണ്ട് സെറിനെ അറ്റാക്ക് ചെയ്യുക. ഇത് പരസ്പരമുള്ള ചേരിപ്പോരാണ്. ഇത് തെറ്റിദ്ധരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ തലയിലോട്ട് കൊണ്ടുവയ്ക്കുന്നതാണ്. ആവന്തിക ഇറക്കിയത് BJP കാരാണെന്ന് പറയുന്നുണ്ട്. എന്ത് തന്നെ ആയാലും കമ്മ്യൂണിസ്റ്റുകാരാണ് ഇതിനകത്ത് ആളെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ കൃത്യം മനസ്സിലാക്കിയതെങ്കിൽ അറ്റം പറ്റിയേ മാറുള്ളൂ. അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ്. അല്ലാണ്ട് പേപ്പിടി കാണിച്ചിട്ട് ഊള ന്യായവും പറഞ്ഞുകൊണ്ട് ഓടി രക്ഷപ്പെടുന്നവരല്ല അവർ. എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പുള്ള കാര്യമാണ്. ഇനി അടുത്ത് തുടർന്ന് വായിക്കാം. എൻ്റെ പേജിൽ വന്ന് സ്ഥിരമായി തോന്നിവാസം പറയുന്നവർക്ക് മറുപടിയായി ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൽ എല്ലാ ചാനലുകളും വാർത്തയാക്കിയപ്പോൾ അത് കണ്ട് ആരുടെയൊക്കെ ആസനം പൊള്ളിയപ്പോഴാണ് ചേച്ചി ഇതൊക്കെ തുറന്നു പറയാൻ തുടങ്ങിയത്. അതാണ് കറക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നടിയെ വെടിയാക്കിക്കൊണ്ടുള്ള വർത്തമാനമാണ് പറഞ്ഞത്. ഒരു നടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചത്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചവർക്കൊക്കെ വല്ലാത്ത സൈബർ ബുള്ളിങ് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ ബുള്ളിങ്ങിൻ്റെ ഒരു വശം ഈ പറഞ്ഞ സൗമ്യ സാറിന് നേരിടേണ്ടി വന്നു. കാരണം പുള്ളിക്കാരത്തി സോഷ്യൽ മീഡിയ ആക്റ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ആക്രമിക്കാൻ എളുപ്പമാണ് കമൻസിൽ കൂടെ. അപ്പം ആ കമൻസിന് മറുപടിയായിട്ട് പുള്ളിക്കാരത്തി ഒരു പോസ്റ്റ് ഇട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്നുള്ള ഒരു ഡീറ്റെയിലിംഗ് ഇട്ടു. അത് കണ്ടപ്പോഴത്തേക്കാണ് അപ്പുറത്തെ ഭാഗത്തിന് മനസ്സിലായി ഇവളെ ഒതുക്കാൻ ഇവളുടെ ഭർത്താവിൻ്റെ പേർക്ക് ഇങ്ങനെ ഒരെണ്ണം ഇട്ടാൽ മതി, അതിനാര് നിൽക്കും. അതിനാണ് ഈ മന്ദബുദ്ധിയെ കൊണ്ടുവന്ന് നിർത്തിയത്. രാഗരഞ്ജിനി ചേച്ചി അതിന് വേണ്ടിയിട്ട് വന്നതാണ്. കഷ്ടം, ചീറ്റിപ്പോയി. ഇങ്ങനെയൊന്ന് ചേച്ചി പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അങ്ങനെ അത് മോശമായി പോയി ചേച്ചി. ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ പെണ്ണുങ്ങളല്ലേ. പക്ഷേ എപ്പോഴാണ് എനിക്കൊരു കാര്യത്തിൽ മനസ്സിലായത്, ഈ ടൈമിങ്ങിൻ്റെ കുട്ടൻസ്. ചേച്ചിയുടെ പ്രിയ പീഡന നേതാവിനെ പുച്ഛിച്ചത് ചേച്ചിക്ക് സ്വാഭാവികമായി ഇഷ്ടപ്പെട്ട് കാണില്ല. അപ്പോൾ ടൈമിങ്ങിൻ്റെ സംശയം എനിക്ക് മാറി കിട്ടി. അത് ചേച്ചി ആദ്യം ഒരു പോസ്റ്റ് ഇട്ടു, അത് ഡിലീറ്റ് ചെയ്തു. പിന്നെയും വേറൊരു പ്രൊഫൈലിൽ നിന്നും അതേ പോസ്റ്റ് ഒരു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇട്ടു. അതായത് അവർ വേറെ പ്രൊഫൈൽ മാറ്റിയിട്ടെന്നുള്ള ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുകയാണ്. പോട്ടെ, എന്ത് തന്നെയായാലും ഞാൻ ചേച്ചിയുടെ കൂടെയുണ്ട്. ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായ സ്ഥിതിക്ക് നമ്മൾ നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം. അതിനെ ഞാൻ ചേച്ചിയുടെ കൂടെ ഉണ്ടാകും. ചേച്ചി ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി എത്രയും വേഗം പരാതി സെറിനെതിരെ കൊടുക്കണം, അവരന്വേഷിക്കട്ടെ എന്നാണ്. അതായത് ഈ രാഗരഞ്ജിനിയുടെ മറുപടിയും കൂടെ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെഴുതിയിരിക്കുന്ന ഡോക്ടർ സൗമ്യ സെറിനോടാണ് പറയാനുള്ളത്, എനിക്ക് നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു വ്യക്തി എത്ര ബഹുമാനിക്കുന്നത് കൊണ്ടാണ് പറയാതിരുന്നത്. ഞാൻ സമരാഗ്നിക്ക് കാസർഗോഡ് പോയപ്പോൾ എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിരുന്നു. അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യാൻ വളരെയേറെ നിർബന്ധിച്ചിരുന്നു. അത് സ്നേഹപൂർവ്വം നിരസിച്ചു. ഇതിവിടെ പറയേണ്ടി വരുന്നത് നിങ്ങൾ പറയിപ്പിച്ചാണ്. ചിലപ്പോൾ സത്യവുമായിരിക്കാം കേട്ടോടെ. ഈ ഒരു അവസ്ഥ സ്നേഹപൂർവ്വം നിർബന്ധിച്ചു എന്ന് പറയുന്നത് സത്യമായിരിക്കാം. കാരണം രാത്രി കാലങ്ങളിൽ പോകണ്ട എന്നുള്ളത് പുള്ളി പറഞ്ഞിട്ടുണ്ടാവും. അത് കൂടെ കടക്കാനാണെന്ന് തെറ്റിദ്ധരിച്ചത് ട്രാൻസിൻ്റെ കുഴപ്പമില്ലേ. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇത് ഞാൻ ഈ ഒരു സബ്ജക്റ്റ് എടുക്കാനുള്ള യഥാർത്ഥ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന വിഷയം വളരെ സീരിയസ് ആയ ഒരു മാറ്ററാണ്. ഈ ഒരു മാറ്റർ ഇത്രയും ലൈറ്റനായിട്ട് എടുത്ത് രണ്ട് പെണ്ണുങ്ങളോട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഈ വിഷയത്തിൻ്റെ സീരിയസ്നെസ് കുറഞ്ഞു വരികയാണ്. നമ്മുടെ നാട്ടിൽ ആർക്കും ആരെയും പീഡിപ്പിക്കാം, എന്തും ചെയ്യാം എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട് കൊണ്ടെത്തിച്ച് നിൽക്കുകയാണ്. എന്തിനാണ് ഈ കോൺഗ്രസ്സുകാർ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെ തൂക്കി തലയിൽ വയ്ക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അയാളൊരു വ്യക്തിയാണ്. ആ വ്യക്തി ചത്തുപോയാൽ നിങ്ങൾ വേറൊരാളെ ചൂസ് ചെയ്യത്തില്ലേ? അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾ ബൂസ്റ്റപ്പ് ചെയ്ത് കൂടെ നിർത്തേണ്ട ആവശ്യം എന്താണ്? അയാൾ അന്വേഷണം നേരിടട്ടെന്നേ. അതിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ, ശരിയാണെങ്കിൽ അയാൾ ചെയ്തിട്ടില്ല എങ്കിൽ പുറത്തു വരട്ടെ. ഞാനിപ്പോഴും പറയണു, അയാൾക്ക് എതിരെ കേസ് കൊടുത്തിരിക്കുന്ന സ്ത്രീക്ക് ഒരിക്കലും ആ കേസുമായി മുൻപോട്ട് പോകാനൊക്കത്തില്ല. ഒറ്റ കാര്യത്തിലേ ഉള്ളൂ, 10 വർഷം തടവ് കിട്ടാൻ സാധ്യതയുള്ള അബോർഷന് പ്രോത്സാഹിപ്പിക്കൽ അല്ലെങ്കിൽ അബോർഷന് നിർബന്ധിക്കൽ, അത് ക്രൈമാണ്. അത് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം. അല്ലാതെ ഉഭയകക്ഷി സമ്മതപ്രകാരം നടത്തിയ സെക്ഷൽ കോണ്ടാക്റ്റിനെതിരെ കോടതിക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല എന്നുള്ളതാണ് വസ്തുത. ഒന്നല്ല, ഒത്തിരി പേരോട് അയാൾക്ക് പോകാം. അയാൾ വിവാഹിതനല്ല, ആരെയും ചതിക്കുന്നില്ല, വൈകമിയൊന്നും ഇവിടെ വരത്തില്ല. പക്ഷെ അയാളൊരു ജനപ്രതിനിധിയാണ്. അത് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അത് കൃത്യമായി ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത ഇലക്ഷനിലോ മറ്റോ മാങ്കൂട്ടത്തിന് ആളുകളുടെ ഇത് നേരിടേണ്ടി വരും. അവർ തീരുമാനിക്കും. അവരാണല്ലോ തീരുമാനിക്കുന്നത്. അവർക്കല്ലേ എൻ്റെ റൈറ്റ്സ് ഉള്ളത്. അതിനപ്പുറം
നിങ്ങൾ കുറച്ച് പേര് നിന്നുകൊണ്ട് സെറിൻ അങ്ങനെ ചെയ്തില്ല, സെറിൻ ഇങ്ങനെയല്ല, സെറിൻ അങ്ങനെയാണ്, സെറിൻ പാവമാണ്, സെറിൻ നല്ലവനാണ്, രാഹുൽ മാങ്കൂട്ടം നല്ലവനാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ ബൂസ്റ്റപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് മനുഷ്യർ അങ്ങനെ ഇരുന്നുകൊണ്ട് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടൻ സൂപ്പറാണ്, അയാൾ അങ്ങനെയാണ്, രാഹുൽ ഇങ്ങനെയാണ്, രാഹുൽ അതാണ് ഇതാണ് എന്നൊക്കെ പറയുമ്പോൾ എത്ര സീരിയസ് ആയ ഇഷ്യൂസ് ഇവിടെ പബ്ലിക്കിൽ കിടക്കുന്നു. ഇതൊക്കെ ആരും മൈൻഡ് ചെയ്യുന്നില്ലേ? വോട്ട് കള്ളനായ വോട്ട് ചോറ് ബണ്ടി ചോറിനെ പറ്റി നിങ്ങൾക്കൊന്നും പറയാനില്ലേ? അതിന് പകരം നിങ്ങൾ ഇതും കൊണ്ടിരിക്കുകയാണോ? രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തേണ്ട അനിവാര്യ ഘട്ടമുണ്ട്, അയാൾ മാറി നിൽക്കട്ടെ, അതാണ് നല്ലത്. അയാൾ വിചാരണ നേരിടുക തന്നെ വേണം, അതാണ് അതിൻ്റെ ആവശ്യം. അതിനപ്പുറം അയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ അവതാരങ്ങളെ ഇറക്കിക്കൊണ്ടുവന്ന് സമൂഹത്തിൽ അന്തസ്സായിട്ട് ജീവിക്കുന്ന മറ്റു മനുഷ്യരെയും കൂടെ ഇതിലേക്ക് വലിച്ചിടുമ്പോൾ നിങ്ങൾ ഈ പീഡന ശ്രമത്തിനും പീഡകർക്കും സപ്പോർട്ടാണ് ചെയ്യുന്നത്. കാരണം ഇതുപോലൊരു അവസ്ഥയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പെൺകുട്ടി മുൻപോട്ട് വരില്ല. കാരണം ഇതേപോലുള്ള ഫേക്ക് ആയിട്ടുള്ള സംഗതികൾ പ്രചരിപ്പിക്കുന്നു എന്നും കൂടെ കാണുമ്പം അവരെയും വിശ്വസിക്കാൻ ആളുകൾ വിമുഖത കാണിക്കും. ആ വിമുഖത അവരെ തകർക്കും. ഡിപ്രഷൻ ലെവൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കേസുകൾ സീരിയസ് അല്ല വെച്ചാൽ മാതൃകാപരമായ ശിക്ഷ നടത്തും എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കണം എന്നുള്ളത് വാസ്തവം. പക്ഷെ അതിൻ്റെ ഒപ്പം ഇതെല്ലാം ലൈറ്റനായിട്ട് എടുക്കാതിരിക്കുക. പ്രത്യേകിച്ച് സെറിനെതിരെയുള്ള ഈ ഒരു അലിഗേഷൻ സീരിയസ് ആയിട്ട് എടുക്കുക. സൗമ്യ അവരെ പോയി കാണുക തന്നെ വേണം. കണ്ടിട്ട് അവരോട് സംസാരിച്ചിട്ട് ഉണ്ടെങ്കിൽ കേസ് കൊടുക്കാൻ പറഞ്ഞാൽ അവരെയും കൂട്ടിയിട്ട് കേസിന് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇങ്ങനെ പബ്ലിക്കിൽ പറയുകയല്ല വേണ്ട, വാ ഞാൻ കേസ് കൊടുക്കാം, നിൻ്റെ ഒപ്പം തന്നെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുപ്പിക്കുകയാണ് വേണ്ടത്. ഒരാളെ അവിടെ സ്റ്റേ ചെയ്യൂ എന്ന് പറഞ്ഞത് ഒരു വലിയ ക്രൈമാണെങ്കിൽ, അതൊരു പീഡനമാണെങ്കിൽ തൂക്കിക്കൊല്ലുകയാണ് വേണ്ടത് സെറിനെ. തീർച്ചയായിട്ടും അയാളത് അർഹിക്കുന്നു, അയാൾ തൂക്കിക്കൊന്ന് കളഞ്ഞേക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തിക്കെതിരെ വൃത്തികെട്ട രീതിയിൽ അപവാദ പ്രചരണം നടത്തുമ്പോൾ അയാൾക്കൊരു കുടുംബമുണ്ടെന്നും അതിൽ കുട്ടികളുണ്ടെന്നും ആ കുട്ടികൾ നാളെ ഇതുപോലുള്ള വിഷയങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമെന്നുള്ള വിവരമില്ല, ബോധമില്ല. രാഷ്ട്രീയം മാത്രമാണോ? രാഷ്ട്രീയത്തിനും അപ്പുറം ഒരു മാനവികതയില്ലേ, മനുഷ്യത്വമില്ലേ? എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? കേട്ടപ്പോൾ പറയണമെന്ന് തോന്നിയതുകൊണ്ട് പറഞ്ഞാണ്. ഞാൻ സെറിൻ്റെ ഒപ്പമാണ്. കാരണം എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഇങ്ങനെ ഒരു ചെയ്തതായിട്ട്. മാത്രമല്ല സൗമ്യ അത്രയും ആക്റ്റീവായി നിൽക്കുന്നിടത്ത് ഇനി സച്ചിൻ കേസ് സുന്ദരിയായ ഒരു പെണ്ണുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് ഭ്രാന്തൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും പോകാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനായിട്ട് എനിക്കിതുവരെയും തോന്നിയിട്ടില്ല. ഇനി തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം, അത്രയേ ഉള്ളൂ. ഇത് ആ പാർട്ടിയിൽ നിന്നപ്പോൾ തോന്നിയ ഭ്രാന്തായിരിക്കും. അഥവാ കോഴിയായിട്ട് ആ സമയത്ത് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുമായിരിക്കും. ആ പാർട്ടി അങ്ങനെയല്ല, കോഴികളുടെ പാർട്ടിയാണല്ലോ, കോഴിപ്പാർട്ടി. അപ്പോൾ ഈ ഇപ്പുറത്തേക്ക് വന്നത് അതുകൊണ്ടായിരിക്കാം. എനിവേ എന്ത് തന്നെ ആയിരുന്നാലും ആളുകളെ ഒറ്റപ്പെടുത്താനും അവരെ തീർക്കാനുമായിട്ട് രാഹുൽ മാങ്കൂട്ടം കാണിച്ച കളി അയാൾക്ക് തന്നെ തിരിച്ച് പാരയായിട്ട് ഭവിച്ചു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.